ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റും ഇടണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഒരു ദിവസം ഒന്ന് എങ്ങനെ തുടങ്ങണത് നോക്കാം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അബിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ഇവിടുന്ന് 7 മണിക്കാണ് ബസ്. അപ്പോൾ അതിന് വേഗം ആവണം ചോറും ഇതൊക്കെ. അപ്പോൾ ആദ്യം വേഗം ചോറിന് വെള്ളം വയ്ക്കുകയാണ് ചെയ്യൽ. അത് കഴിഞ്ഞ് അരി എടുത്തുകൊണ്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ചായക്ക് ഓട്ടടയും കടലക്കറിയാണ്. അപ്പോൾ വേഗം അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കടല കഴുകി കുക്കറിലിട്ടു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, ഉപ്പ് എല്ലാം ഇട്ടു. പിന്നെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചെറുതാക്കി അരിഞ്ഞ് അതും ഇട്ടെടുത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. സവാള അരിഞ്ഞതിൻ്റെ ഇടയിലാണ് ഇന്നലെ രാത്രി ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അതെടുത്ത് പുറത്തേക്ക് വെച്ചു. ഓട്ടടയ്ക്കുള്ള പച്ചരി ജാറിലിട്ട് അത് അരയ്ക്കാൻ വെച്ചു. അത് കഴിഞ്ഞേക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ച് ബീട്രൂട്ട് ഇട്ട് അടച്ച് വെച്ചു. പിന്നെ അതിലേക്ക് ഉള്ള നാളികേരം ചിരക്കി കൊടുന്നു. പച്ചമുളക് ഇട്ട് അതൊന്ന് ചതച്ചെടുത്തു. ബീട്രൂട്ട് ഏകദേശം ഒന്ന് വെന്തപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നാളികേരം ഇട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചു ഇളക്കണതിന് മുന്നേ. അതൊന്ന് ആവി കയറി കഴിഞ്ഞ് പിന്നെ നാളികേരവും ബീട്രൂട്ടും കൂടി മിക്സാക്കി ഉപ്പേരിയായി മാറ്റി വെച്ചു. ആ അടുപ്പത്ത് തന്നെ വേഗം ഓട്ടടയ്ക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിനിടയിൽ ചോറിനുള്ള വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അരി ഇട്ടാണ്ട് വന്നു. അബിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി അച്ചാറും മാത്രം തന്നെയുള്ളൂ. വേറെ കറികളൊന്നുമില്ല. പിന്നെ ഇന്നൊരു ബർത്ത്ഡേ ഉണ്ട്, അതിന് പോകണം. അപ്പോഴേക്കും എല്ലാ പണികളും വേഗം ഒരുക്കണം. അമ്മ വന്ന് അമ്മയ്ക്ക് കുടിക്കാനുള്ള ഉലുവയും കരിഞ്ചീരകമൊക്കെ ഇട്ട് വെള്ളം കുടിക്കലുണ്ട്. അത് കഴുകി വെള്ളത്തിലിട്ടേച്ച് പോയി. അമ്മേൻ്റെ കുളിയും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി യോഗ ചെയ്യാൻ വേണ്ടി പോയതാണ്. രാവിലെ പനിക്കൂർക്കളും ശംഖുപുഷ്പവും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കലുണ്ട്. അപ്പോൾ ബയോഗ്യാസും അത് വെച്ചു. ഓട്ടടയ്ക്ക് ഒഴിക്കാനുള്ള വെള്ളം തിളച്ചു. അപ്പോൾ വേഗം മാവിലേക്ക് ഒഴിച്ച് കട്ട കെട്ടാതെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓട്ടട ചുടണം. അത് അപ്പുറത്ത് അടുപ്പത്താണ്. അപ്പോഴേക്കും ഇവിടെ കടല വെന്തിട്ടുണ്ട്. അതും ഓഫാക്കി. ഇനി അവിടെ പോയി കത്തിക്കണം. അപ്പോഴേക്കും അബീനെ വിളിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അവനെ പോയി വിളിച്ചു കൊടുന്നു. സ്വയം നീക്കൂല, പോയി വിളിക്കുക വേണം. പിന്നെ ഇവിടെ അടുപ്പ് കത്തിച്ച് ഓട്ടട ചൂടാൻ തുടങ്ങി. അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ വന്നു. അപ്പോൾ ഓട്ടടയും കടലക്കറിയൊക്കെ അവനെടുത്തെടുത്തു. അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോറായി. അത് ഊറ്റി അവന് മാത്രമുള്ളത് വേഗം ഊറ്റി അവൻ്റെ പാത്രത്തിലാക്കി കൊടുത്തു. അച്ചാറ് ചോറിലും മറ്റേ പാത്രത്തിൽ ഉപ്പേരിയാക്കി പൊതിഞ്ഞ് കവറിലിട്ട് എടുത്തു കൊടുത്തു. ഒപ്പം നടന്നൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാതും മറന്നു വെച്ച് പോവും. പിന്നെ 7 മണിക്ക് ബസ്സിനുള്ള ടൈമിന് ഓടി പോവുകയാണ്. അതിൻ്റെ ധൃതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 7:25 അതിന് പോയാൽ പിന്നെ ട്യൂഷന് വഴുകും. അങ്ങനെ അവൻ്റെതെല്ലാം കഴിഞ്ഞ് അവൻ പോയി. പിന്നെ ഞാനും അല്ലും അതും കൂടിയൊക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു. ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചുട്ട ചെറിയൊരു അപ്പുണ്ട്, അത് വേണോ ചോദിക്കുക. അപ്പോൾ അത് വേണ്ട, അവന് വലുത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞു. അവനെ കൊണ്ടുപോകാതെ പോണതിന് സങ്കടവും വാശിയൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ സ്കൂൾ കുറേ പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കാണിക്കലുണ്ട്. അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. ഇന്നൊരു ബർത്ത്ഡേ ഉണ്ട്. ശിവ ചേച്ചീൻ്റെ മോള് വിഷ്ണുവിൻ്റെ കുട്ടീൻ്റെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനും ശുഭേണ്ണു മാത്രമേ പോകണുള്ളൂ. അല്ലു ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. കുറച്ച് ദൂരം വഴിക്കടവാണ്. വഴിക്കടവ് എത്തണം. അപ്പോൾ നേരത്തെ പോവുകയാണ്. 9 മണിയായിരുന്നു. അപ്പോൾ അല്ലുവിന് പോവാനുള്ള ടൈം ആവണുള്ളൂ. ലല്ലു എന്നാ ശരി ട്ടാ. അവൻ ചെറുതായിട്ട് വാശിയൊക്കെ കാണിച്ചിരിക്കുകയാണ്. അമ്മ എന്നെ ആക്കി തന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛമ്മ ആക്കി തരണ്ടെന്നൊക്കെ. അപ്പോൾ അവൻ്റെ വണ്ടി വരണമെങ്കിൽ 9:45 അപ്പോൾ അവനാക്കി പോകുമ്പോഴേക്ക് നേരം വഴുകും. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഓരോന്ന് സമ്മതിച്ചു. അവൻ്റെ വാച്ച് നേരേക്ക് കൊടുക്കണം, അവന് മുട്ടായി ആൾ കൊണ്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് പോന്നു. വാച്ച് അവനും കൂടി ഒപ്പം ഉണ്ടാകുമ്പോൾ നേരേക്ക് തരാമെന്നപ്പോൾ ആന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് ഡ്രസ്സും ചെറിയൊരു വണ്ടിയും ബേക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ പോയി. ഞങ്ങൾ നേരത്തെ എത്തിയായിരുന്നു. എല്ലാവരും ഒത്തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, വൃശ്ചിക മാസത്തിലാവുകൊണ്ട്.
മാമയ്യ എന്താ ശരി ഇവിടെ മാമയ്യ അല്ല ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു. കുട്ടികൾ എത്തുന്നതിൻ്റെ മുന്നേ എത്തണം. വരുമ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ അല്ലുവിന് ഭയങ്കര സങ്കടമാവും. അപ്പോൾ വേഗം പോകുന്നത്. പിന്നെ എവിടെയും ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ശുഭേട്ടൻ പറഞ്ഞു നമുക്ക് വലിയ ചേച്ചീൻ്റെ അതിനെയും കൂടി പോകുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയും പോയി ചേച്ചീനെയും ഏട്ടനെയും കണ്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഇന്നത്തെ ഒരു വിശേഷം അത്രയൊക്കെയാണ് ഉള്ളത്. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ബായ്.